ഓണം വന്നോണം വന്നോണം വന്നേ, ഓണം വന്നോണം വന്നോണം വന്നേ, നമുക്ക് ഓണം വന്നോണം ഏവർക്കും വന്നോണം ഓണാശംസകൾ. വന്നേ, ഓണം എന്ന് പറയുമ്പോൾ ഓണം നമുക്ക് വന്നോണം എല്ലാവർക്കും വന്നോണം. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപിടി നല്ല ഓർമ്മകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. എനിക്കും അതുപോലെ തന്നെ പൂർവ്വകാല ഓണസ്മരണകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വളരെ വിഷമം തോന്നിക്കാറുണ്ട്. കാരണം ആ നല്ല നാളെകൾ നീ അന്യമാവുകയാണോ എന്നുള്ള ഒരു തോന്നലാണ് മനസ്സിലുണ്ടാവുന്നത്. കാരണം നമുക്കറിയാം ഓണം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. പണ്ട് കാലങ്ങളിൽ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്റെ നാടായ പത്തനംതിട്ടയിലാണ്. ഈ പത്തനംതിട്ടയുടെ ഈ ഗ്രാമീണ ഭംഗിയിലാണ് ഞങ്ങളൊക്കെ ഓണം ആഘോഷിച്ചിരുന്നത്. അതായത് ഓണപ്പരീക്ഷ കഴിയുന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഓണത്തിന് ഞങ്ങൾ മനസ്സിലങ്ങ് കൊണ്ടാടുകയാണ്, അല്ലെ മനസ്സിൽ കയറ്റുകയാണ്. ഏഹ് എന്റെ പുരയിടത്തിന്റെ പുറകെ കാണുന്ന അച്ചൻകോവിലാറിന്റെ തീരത്ത് നിൽക്കുന്ന ആറ്റുവഞ്ചികളിൽ സ്ഥിതി ചെയ്യുന്ന ഊഞ്ഞാല് വള്ളികൾ പോയിട്ട് പറിച്ചിട്ട് വരും. അത് ഏതെങ്കിലും ഒരു പിലാവിന്റെ കൊമ്പിൽ കെട്ടിയിട്ട് ഒരു ഓണ ഊഞ്ഞാൽ കെട്ടുകയാണ് അത് നടപടി. അതിനുശേഷം ഏകദേശം സ്കൂൾ തുറക്കുന്നതിന്റെ തലേദിവസം വരെയാണ് ഞങ്ങൾക്ക് അവിടെ പെർമിഷൻ ഉള്ളത്, ഈ ഊഞ്ഞാൽ എന്ന് പറയുന്നത്. അതിലായിരിക്കും അന്ന് വരെയുള്ള നാളുകളുടെ ബഹുഭൂരിപക്ഷം ഞങ്ങൾ ചെലവാക്കുന്നത്. പല രീതിയിലാണ് ഊഞ്ഞാലാടുന്നത്. നിന്നാടും, ഇരുന്നിട്ടാടും, രണ്ടുപേരും ഒന്നിച്ചിരുന്നാടും. ഇങ്ങനെ ആ ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ഒരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഓണ ദിവസം, ഓണത്തിന്റെ ഉത്രാട ദിവസം എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തേക്ക് തിരുവോണത്തിന് എതിരേക്കാനുള്ള ഒരു ദിവസമായിട്ടാണ്. ഓണ ദിവസം രാവിലെ തന്നെ അച്ഛൻ കൊണ്ടുവരുന്ന പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് കുളി കഴിഞ്ഞ ശേഷം ഇട്ട ശേഷം ഓണ സദ്യയൊക്കെ കഴിച്ച ശേഷം കുട്ടി ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ചില പരിപാടികളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അത് പലതരത്തിലുള്ള കളികളുണ്ട്. കോൽക്കളി, അതുപോലെ തന്നെ സാറ്റ് കളിക്ക് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഇടതൂർന്ന ചില വൃക്ഷങ്ങളാണ് അതിന്റെയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ പോയി പാത്തിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ ഓരോ കുട്ടികളെയും കണ്ട് എത്തുക എന്ന് തന്നെ വലിയൊരു ശ്രമകരമാണ്. അതിനുശേഷം ഈ തണുങ്ങപ്പെടുത്തം എന്ന് പറയുന്നത്, അത് ഈ പാളയിൽ കിടത്തി വലിക്കുക, ബസ് പോലെ തന്നെ വലിച്ചോണ്ട് പോകുക. അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ, അത് ചിലപ്പോൾ ഒരു മണിക്കൂറിന്റെ ദൈർഘ്യത്തിലാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. അത്രമാത്രം ആനന്ദ ലബ്ധിയിലായിരിക്കും ഓണ ദിവസം. ഞങ്ങളുടെ നാട്ടിലെ ഓണ ദിനങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടം മുതൽ ഉത്രട്ടാതി വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളാണ്. ഉത്രട്ടാതി ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി, അതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത. അന്ന് വരെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അതേപോലെ 4-ാം ഓണത്തിന്റെ അന്ന് ആണ് വൈകുന്നേരം ഈ പാണർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വീടുകളിൽ വരും. അവരൊരു പ്രത്യേക കിണ്ണൻ പാത്രവുമായിട്ട് അത് ആ ദിവസം മുത്തശ്ശി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും. രാത്രി കുറച്ച് വൈകിയാണെങ്കിൽ നിലവിളക്കൊക്കെ കത്തിച്ച് അവരെ സ്വീകരിക്കും. അതിനുശേഷം ഞങ്ങള് കുട്ടികൾ വിളക്കിന്റെ മുന്നിലിരിക്കും. ഇവർ ഈ കിണ്ണം പാത്രത്തിൽ അടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശൈലിയിലും അവരുടേതായ താളത്തിൽ ഒരു പാട്ടുണ്ട്. അത് ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഗാനം ആലപിക്കുന്നത്. അതിനുശേഷം അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കും. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പാണർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം തുടങ്ങും. കാരണം ഓണം പോവുകയാണ്. അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ ഓണം കഴിയുകയാണ് എന്നുള്ളൊരു വിഷമമാണ്. ഇങ്ങനെ ഓണദിനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളാണ് കഴിയുന്നത് എന്ന് പറയാം. അങ്ങനെ അടുത്ത വർഷത്തെ ഓണം എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു ആകാംക്ഷയിൽ കൂടെ ആയിരിക്കും കുട്ടികളായി ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു. ഏവർക്കും ഓണാശംസകൾ.